ശിവായ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവഗ്രഹ സ്തോത്രം. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദിതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ദദിശങ്കതുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. പ്രിയങ്കുകലികാശ്യാമം രൂപേണാം പ്രതിമം ബുദ്ധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ഹിമകുന്ദമൃണാളാപം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. നമഃ സൂര്യായ സോമായ മംഗളായ ബുദ്ധായ ച ഗുരുശുക്ര ശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. ഇതി വ്യാസമുഖോദ്ഗീതം യാ പഠേത് സുസുമാഹിതം ദിവാവ യാദിവ രാത്രൗ വിഘ്ന ശാന്തിർ ഭവിഷ്യതി. നവഗ്രഹ സ്തോത്രം എന്നും ജപിച്ചാൽ ഗ്രഹപ്പിഴ മാറും, കുടുംബസമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തി നിലവിളക്കിന് മുന്നിലിരുന്നാണ് ജപിക്കേണ്ടത്. ശനിദോഷം ഉൾപ്പെടെ എല്ലാ ഗ്രഹപ്പിഴയും അകലാൻ നവഗ്രഹ സ്തോത്രം നല്ലതാണ്. 9 ഗ്രഹങ്ങളുടെയും സ്വാധീനം എല്ലാവരിലുമുണ്ട്. അതിനാൽ നവഗ്രഹ ക്ഷേത്ര ദർശനവും നവഗ്രഹ സ്തോത്ര ജപവും ഉത്തമമാണ്. നവഗ്രഹ സ്തോത്രം ചൊല്ലിയാൽ പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. രാശി മാറ്റത്തിന്റെ പ്രതികൂലത ജാതക ഗ്രഹദോഷങ്ങൾ മാറ്റുന്നതാണ്. ആരോഗ്യം, ധനം, സാമ്പത്തികം, സ്ഥിരത, ബുദ്ധിശക്തി, തൊഴിൽ മികവ്, തടസ്സമോചനം, അറിവ്, കാര്യശേഷി, ആത്മീയ ഉന്നതി എല്ലാം ഉണ്ടാകുന്നതാണ്. നവഗ്രഹ സ്തോത്രം നിത്യേന 108 തവണ ജപിക്കണം. രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ നവഗ്രഹ മണ്ഡപത്തിന് ചുറ്റും 9 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഓരോ ഗ്രഹത്തെയും വണങ്ങേണ്ടതാണ്. ഗ്രഹപ്പിഴകൾ നീങ്ങി ഐശ്വര്യാഭിവൃദ്ധിക്കും നവഗ്രഹ സ്തോത്രം കുറഞ്ഞത് 16 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. ക്ഷേത്രത്തിൽ തുടർച്ചയായി 27 ദിവസം നവഗ്രഹ മണ്ഡപം ചുറ്റി ഓരോ ശ്ലോകവും ചൊല്ലി ഓരോ മൂർത്തിക്കും 9 നമസ്കാരം ചെയ്യുന്നത് രോഗം മാറാനും ഗ്രഹപ്പിഴ ശാന്തിക്കും ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക കാര്യങ്ങൾ കേൾക്കുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതും വളരെ പുണ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.